ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം മന്ത്രം, ഒരു ഫോർമുല. വിധിഹീനമസുഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. മന്ത്രരഹിതമായ കർമ്മം രാജസമാകുന്നു. പ്രിയരെ, യജ്ഞങ്ങളും ഹോമങ്ങളും ചെയ്യുന്നത് മന്ത്രങ്ങൾ വഴിയാണ് എന്ന് നമുക്കറിയാം. താൻ എന്ത് ചെയ്യുന്നു എന്നത് തനിക്കും മറ്റുള്ളവർക്കും വെളിവാക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ മന്ത്രജപത്തിന്റെ ഉദ്ദേശം. ഇപ്പോഴാകട്ടെ മന്ത്രത്തിനും യജ്ഞത്തിനും അർത്ഥശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഒരാൾ ഭിഷഗ്വരനോ എഞ്ചിനീയറോ കണക്കെഴുത്തുകാരനോ യന്ത്രസാമഗ്രികൾ ഉണ്ടാക്കുന്നവനോ പാചകം ചെയ്യുന്നവനോ ശാസ്ത്രം പഠിപ്പിക്കുന്നവനോ സംഗീതജ്ഞനോ ആയിരിക്കാം. അവർ അവരുടെ പ്രവർത്തനത്തെ ശാസ്ത്രയുക്തമാക്കുന്നതിനായി മനസ്സിൽ ഓർമ്മിപ്പിച്ച് ആവർത്തിക്കേണ്ടതായ പല സൂത്രണങ്ങളുമുണ്ട്, ഫോർമുലകളുണ്ട്. സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില സൂത്രവാക്യങ്ങളുണ്ട്. സംഗീതജ്ഞർ അറിഞ്ഞിരിക്കേണ്ട സ്വരസംബന്ധമായ നിയമങ്ങളുണ്ട്, സഞ്ചാരങ്ങളുണ്ട്. ഇത് കൈവശമില്ലെങ്കിൽ താൻ ചെയ്യുന്ന കർമ്മത്തെ പുണ്യമാക്കുവാൻ അയാൾക്ക് കഴിയില്ല. പണ്ട് തച്ചു ശാസ്ത്രകാരന് മന്ത്രരൂപത്തിലും സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലേണ്ടി വന്നു. ഇന്ന് ആ സ്ഥാനത്ത് അവൻ ക്ഷേത്രഗണിതത്തിലെയും ബീജഗണിതത്തിലെയും സിദ്ധാന്തങ്ങൾ ഉരുവിടുന്നു. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാട്.